സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് എന്ത് സാഹസികതയും കാണിക്കാമെന്നുള്ളൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു ഒരു പോകുന്നത്. മനുഷ്യന്റെ ജീവൻ എടുത്തു കഴിഞ്ഞു. ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തു, എന്തും കാണിക്കും. അതിലൂടെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നൊന്നും ആരും ഒന്നും പഠിച്ചില്ല. അത് ആളുകൾ എനിക്ക് വന്നിട്ടുള്ളത് ഈ കാശ് കിട്ടാൻ വേണ്ടി വളരെ ഒരു പണിയും ചെയ്ത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഇതുവരെ ചെയ്താലേ കാശ് കിട്ടുമെന്ന് അതെ, അവസ്ഥ വരുമ്പോൾ അത്യാവശ്യം ചെയ്യുന്നതാണ്. കഴിവുള്ള നന്നായിട്ടുള്ള ആൾക്കാർ എത്രയോ പേരുണ്ട്, ചെയ്യുന്നുണ്ട്. എത്രയോ നന്നായി നല്ല ജീവിക്കുന്നവരുണ്ട്. രീതിയിൽ പിന്നെ ജോലി ചെയ്യുകയും അതുപോലെ തന്നെ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്ത് പോകുന്നു. യൂട്യൂബറായി നന്നായി ഏൺ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാവർക്കും അങ്ങ് വൈറലാകണം, എല്ലാവർക്കും ധനം ഇതിൽ നിന്ന് സമ്പാദിക്കണം അതിന് എന്ത് എന്നുള്ള വൃത്തികേട് രീതിയിൽ കാണിക്കാന്നുള്ള അവസ്ഥയിലാണ്. എന്തും കാണിക്കാം ഈ എന്നുള്ളൊരു പെൺകുട്ടിയുടെ അവസ്ഥയിൽ കാര്യം തന്നെ എടുക്കുമ്പോൾ നമ്മൾ ഇന്നിപ്പം ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് പോലീസ് ഇതിൻ്റെ ഈ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോവുകയാണെന്നാണ്. അതൊരു നല്ല കാര്യമാണ്. നല്ല കാര്യം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പെൺകുട്ടി പറഞ്ഞ കാര്യം മുഴുവൻ കള്ളമായിരുന്നു എന്ന് മനസ്സിലായി. വളരെ പോലീസിനെയും വരെ അറിയിച്ചിട്ടില്ല. ഇന്നലെ ഈ നമ്മൾ ബസ്സിലെ ഫോക്കസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അറിയില്ല. ചേട്ടൻ ശ്രദ്ധിച്ചു, ഞാൻ തന്നെ പറഞ്ഞു, നമുക്ക് ഇപ്പോഴും അറിയില്ല ദീപകിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് നമ്മുടെ പോസ്റ്റിന് താഴെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, ഈ വനിത എന്താണ് ദീപക് എരിഞ്ഞടങ്ങി അഗ്നിക്കിരയായി, ഇപ്പോഴും ഈ വനിത പറയുന്നത് 100% ആണോ അല്ലയോ എന്നുള്ളത്, എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. പക്ഷെ ആ സമയത്ത് നമുക്ക് പറയാൻ കഴിയില്ല, തുടങ്ങിയതേ ഉള്ളൂ. ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരാളിന്റെ മനസ്സിൽ കൂടുതൽ വിശദാംശങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായത് ആ സ്ത്രീയുടെ ഭാഗത്ത് 100% തെറ്റുണ്ട്. അത് മാത്രമല്ല, അവര് വീഡിയോ ചിത്രീകരിച്ചും ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു സ്ത്രീക്ക് നേരെ ഇപ്പം നമ്മളെ ഒരാള് അൺനെസസറി ഒരു ബാഡ് ടച്ച് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ മുഖഭാവം എന്തായിരിക്കും? ഇത് വളരെ സന്തോഷം നൽകുന്നത് മാത്രമല്ല, ഇയാൾ ഇറങ്ങി പോകുമ്പോൾ ഇതൊരു കൂടെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ കൂടെ പോയിട്ട് അയാൾ ഇറങ്ങി പോകുമ്പോൾ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം. കാരണം കണ്ടന്റ് എനിക്ക് കൃത്യമായിട്ടൊരു കണ്ടന്റ് കിട്ടി, ഇനി ഇത് വെച്ച് റെഡിയാക്കാന്ന്. ഇപ്പൊ എളുപ്പത്തിൽ ആൾക്കാർക്ക് നേരെ പിന്നെ നല്ലൊരു നമ്മൾ ആ ശങ്കരാടിയുടെ ഡയലോഗ് എന്ന് പറയുന്ന പോലെ തന്നെ എളുപ്പത്തിൽ ഒരു മനുഷ്യരെ ഒന്ന് വൈറലാകാനും ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനും ഒക്കെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ലൈംഗികമായ കാര്യങ്ങൾ ആരോപിക്കുക, അല്ലെങ്കിൽ പണം തട്ടിപ്പ്. ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഇതാണ്. ഇതിപ്പം അല്ല, ഇത് ആലോചിച്ച് നോക്കൂ. ആ ഒരു മനുഷ്യന്റെ അവസ്ഥയെ നാളെ നമുക്ക് ആർക്കും സംഭവിക്കാം. നമ്മൾ പറയില്ല, നമ്മളൊക്കെ സ്ഥിരം ബസ്സിൽ യാത്ര നമുക്ക് നാളെ ആർക്കും ഇത് സംഭവിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ചെയ്തത് ഈ പെൺകുട്ടി രാവിലെ വീട്ടിലിരുന്നിട്ട് ഇന്ന് എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങിയത്. ഈ സ്ത്രീ സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യുകയോ ഇങ്ങനൊന്നും ചെയ്യുന്ന പലരും പല സ്ഥലത്തും പോയി എന്താണ് സ്ഥലങ്ങളൊക്കെ കണ്ട് അവരവിടെ ഒരു റീൽസ് ഉണ്ടാക്കുന്നുണ്ട്, ഓരോ പിന്നെ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇതുപോലെ റീൽസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ പെട്ടെന്ന് ബുദ്ധിയിൽ ഉദിച്ചത് ഈ ഒരു ക്രൂക്കഡ് മൈൻഡിൽ ഇതാണ് വന്നത്. പക്ഷെ അതൊരു മനുഷ്യന്റെ ജീവൻ, സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ ഇമാതിരി റീൽസ് ഇറങ്ങുന്ന ആളൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇവരുടെ റോഡിൽ നാട്ടുകാർ കൈകാര്യം ചെയ്യണ അവസ്ഥ എത്തും അവസാനം. കാരണം ഇത് ആളുകളെ അങ്ങേറ്റം ഉപദ്രവിക്കുന്ന രീതിയിൽ അവരുടെ നിസ്സഹായതയെ മുതലെടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കുക, ഇതൊന്നും ശരിയാണെന്ന്. പക്ഷേ ഇതിനു മുമ്പ് മറ്റൊരു പോസ്റ്റ് കണ്ടിട്ടില്ലേ, പിന്നെ ഈ മറ്റൊരു പെൺകുട്ടി ഒരു വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഈ മനുഷ്യനൊപ്പം ദീപക്കിനൊപ്പം പെൺകുട്ടി അവർക്ക് പീരീഡ്സ് ആയിരുന്നു, അപ്പോൾ വയറുവേദനയായിട്ടിരിക്കുന്നു. അപ്പം ഒരു മകളെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരിയെ പോലെ ആ കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ വീട്ടിൽ അങ്ങനെയുള്ളവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും. ആ കുട്ടി അതിൽ നിന്ന് ശ്രദ്ധ മാറി കഴിയുമ്പോൾ തന്നെ കുറച്ച് സംസാരിച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി അത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പിന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ ജനറലൈസ് ചെയ്യാനേ നമുക്ക് ഈ ഇത്തരം കാര്യങ്ങളിൽ പറ്റത്തില്ല എന്നുള്ളത് സത്യം. പക്ഷേ എന്ത് തന്നെ ആയാലും ഇന്നലത്തെ ഈ പ്രശ്നത്തിൽ 1% പെൺകുട്ടി ഒരു ജനപ്രതിനിധിയായിരുന്ന ആളാണ്, ഒരു മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. ഇപ്പം അല്ലെന്ന് തോന്നുന്നു, കഴിഞ്ഞ ടൈമിലായിരുന്നു. അപ്പോൾ ജനപ്രതിനിധിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. ഒന്നും ഇതിനകത്ത് ബാധകമല്ല. ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൂട്ടർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് വന്നാലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് താറടിച്ച് കാണിക്കുക എന്നുള്ള, ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്തി ആ ലെവലിൽ ഇതിപ്പം ഒന്ന് വൈറലാകുക, ഒന്ന് ക്യാഷ് ഉണ്ടാക്കുക, അവരുടെ റീച്ച് കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ചെയ്തത്. അല്ല, പലപ്പോഴും ഇത് നമ്മൾ കാണാറുള്ളതാണ്. ഈ നമ്മുടെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചതിൻ്റെ ഫുഡ് ബ്ലോഗർമാർ ചിലരെ കുറിച്ച് അവരുടെ അവരുടെ വീഡിയോയുടെ താഴെ ഭീകരമായ കമൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇവർ പറഞ്ഞ പോലെ നല്ല ഈ ഹോട്ടലിൽ കിട്ടുന്ന ഭക്ഷണം എന്നൊക്കെ വളരെ മോശമാണ്. പക്ഷെ അതിൽ തന്നെ ഉണ്ട് ചില അമ്മമാര് നടത്തുന്ന അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ കുട്ടികളൊക്കെ തന്നെ പോയി എടുക്കുകയും ചെയ്യുന്ന നമ്മൾ തന്നെ പല കടകളിലും ഇങ്ങനെയൊക്കെ കടയുണ്ടോ അവിടെ എന്ന് അന്വേഷിച്ച് നമ്മൾ പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നല്ലതാണെങ്കിൽ പോലും നമ്മൾ വിശ്വസിക്കില്ല. ഇതാണ് നല്ല കടയെന്ന് പറഞ്ഞാൽ ഒരു കാശ് പഞ്ചായത്ത് ചെയ്തതാണ്. ഒന്ന് നോക്കാം, പരീക്ഷിച്ച് നോക്കി ശരിയാണോ എന്നൊരു ഡൗട്ട് വരും അല്ലേ. അതെ, കുറേ നാളെ മുമ്പ് ഒരാൾ ഇതുപോലെ നിന്നിട്ട് അയാൾ ഒരു ഹോട്ടലിലെ മട്ടൻ കറിയെ കുറിച്ചൊക്കെ എന്താ പറയുന്നുണ്ട്, വലിയൊരു പ്ലേറ്റിൽ മട്ടൻ കറി ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ കുറേ കാര്യം പൈസ ഇതിൻ്റെ വിലയൊക്കെ പറയുന്നുണ്ട്. ഇതേ താഴെയുള്ള കമന്റ്, ഇതേ ഹോട്ടലിൽ ഇത് കണ്ടിട്ട് ഒരാൾ ഭക്ഷണം കഴിക്കാൻ പോയി ചെന്നപ്പോൾ അയാൾക്ക് ചെറിയൊരു കിണ്ണത്തിൽ 2 കഷ്ണം വരെ എല്ലിട്ടുകൊണ്ട് കൊടുത്തിട്ട്
ഒന്നുമില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, അയാൾ ബഹളം വെച്ച്, ഞാൻ അതല്ലല്ലോ കണ്ടത്, അത് അയാൾക്ക് കാശ് കൊടുത്തിട്ട് അയാൾ ചെയ്തതാണെന്ന്. പക്ഷേ എന്ത് തന്നെയായാലും ഇന്നലെ ഈ സ്ത്രീ ഇതുപോലെ ചെയ്തതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പുരുഷന്മാരിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ് ഉണ്ട്. പക്ഷെ അപ്പോൾ ആ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി ഒരാളിന് ഇത് പറയാൻ പോലും യഥാർത്ഥത്തിലൊരു സംഭവം ഉണ്ടായാൽ പറയാൻ അതാണ് ഭയമാണ്. ഇനി നാളെ ഒരുത്തൻ ബസ്സിൽ വെച്ച് ശരിക്കും ഇതുപോലെ ചെയ്താൽ അന്ന് പ്രശ്നമാകുമ്പോൾ അവൻ പറഞ്ഞതില്ല ഞാൻ നിരപരാധിയാണ് എന്നവൻ പറഞ്ഞ് പിടിച്ചേക്കാൻ ശ്രമിക്കും ഇതിൽ നിന്ന്. പക്ഷേ ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് വീഡിയോ എടുത്ത് അതിലങ്ങ് കൊടുക്കാമായിരുന്നു, പോലീസിനെ ഏൽപ്പിക്കാം. ബസ്സിലെ കണ്ടക്ടർ ഡ്രൈവറെ ആരും അറിഞ്ഞില്ലല്ലോ, ഈ ദൗർഭാഗ്യവാനായ മനുഷ്യ അത് അറിയുന്നില്ല. അയാളെങ്കിലും അത് കണ്ടിരുന്നെങ്കിൽ എന്നെയാണ്. ഒരു ബസ്സല്ലേ, സ്വാഭാവികമായിട്ട് നമ്മൾ കൃത്യമായി പിടിച്ചുകൊണ്ട് നിന്നാൽ പോലും മൂവ്മെന്റ്സ് ഉണ്ടാവും. മാത്രമല്ല, ഞാൻ മലബാറിൽ പലയിടത്തും യാത്രയായിട്ടുള്ളത് ധാരാളം. അവിടുത്തെ ബസ്സിൻ്റെ മരണപ്പാച്ചിലുണ്ട് പല ബസ്സും. മാത്രമല്ല നിർത്തുമ്പോഴേ നമുക്ക് ആർക്കാണെങ്കിലും പെട്ടെന്ന് ഇറങ്ങാൻ ടെൻഡൻസി ആണ്. നല്ല തിരക്കുള്ള ബസ്സാണ്, കാരണം ആൾ കയറാൻ നിൽക്കിയിരിക്കും. അപ്പോൾ അവർ നമ്മൾ ഇടിച്ച് ബുദ്ധിമുട്ട് പെട്ടെന്ന് ഇറങ്ങാൻ ഈ മനുഷ്യൻ. എനിക്ക് തോന്നുന്നു ആ മനുഷ്യനെ അവർ പറയുന്നുണ്ട് രണ്ട് ബാഗ്. പിന്നീട് ഒരു CCTV ദൃശ്യം ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹം ഈ കൈ കൊണ്ട് ബാഗ് എടുക്കുമ്പോൾ മറ്റേ ആ ബാഗ് വെയിറ്റ് ഉള്ള ബാഗാണോ, രണ്ട് കൈയും ഒരേ പൊസിഷനിലാണ് ഇരിക്കുന്നത്. കൈയുടെ ഇങ്ങനെ കാണിക്കുന്നത് അത് സ്ലോ മോഷൻ, അത് എഡിറ്റ് ചെയ്തതാണ്. ഈ ദൃശ്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്തതാണ്. ഈ പെൺകുട്ടി പൈസ ഉണ്ടാക്കാൻ അല്ല, അത് ഈ ഒരു കൈ വെച്ച് ഇങ്ങനെ തട്ടുക അല്ല ചെയ്തത്. അദ്ദേഹത്തിന്റെ ബാഗ് ഉയർത്തുകയായിരുന്നു. ചിലപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇറങ്ങാൻ പോവുകയായിരിക്കും ആ സ്റ്റോപ്പിൽ. ആ ഒരു സമയത്താണ്. അതുമാത്രമല്ല, ആ കുട്ടി അതിന് മുമ്പ് വേറൊരു പൊസിഷനിലാണ് നിന്നത്. അതിനുശേഷമാണ് ഈ പുള്ളിക്കാരി സ്വന്തം ശരീരത്തിൽ തട്ടത്തക്കവണ്ണം പോയി നിന്നിട്ടുണ്ട്. എന്തായാലും ആ സ്ത്രീയുടെ മുഖത്തെ ഭാവം നോക്കും. ഒരു മനുഷ്യൻ ബാഡ് ടച്ച് നടത്തുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ മുഖഭാവം ഒരിക്കലുമല്ല. അതൊക്കെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ഒരിക്കലുമല്ല. ഇത് രാവിലെ ഒരു ഇരയെ തേടി ഇറങ്ങിയതാണ്. ഈ മനുഷ്യനെ കിട്ടി. കൃത്യം അവർ നോക്കിക്കാണും ബസ് കയറിയത് ആരുണ്ടോ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവൻ്റെ തലയ്ക്ക് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണം. കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇതാണ്. ഇതുപോലെ ഒരു സ്ത്രീ ഈ ഒരു കുറ്റം ചെയ്ത് ഇന്നലെ ഇത് അറിഞ്ഞ ഉടനെയൊന്നും അവർ മുങ്ങിപ്പോയില്ല. എന്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല? സ്വാഭാവികം മാത്രം. അതൊക്കെ പോലീസ് നമ്മുടെ നാട്ടിൽ അത്തരം കാര്യങ്ങളൊന്നും പോലീസ് ചെയ്യാതിരിക്കുക. അത് ഏത് രീതിയിലായാലും, രാഷ്ട്രീയമോ മതമോ ഒന്നും ഇതിനകത്തൊരു പ്രശ്നമേ അല്ല. ഇത്തരം നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നവരെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. ഇത് മാതൃകാപരമായി ശിക്ഷ വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹം പുറത്തിറങ്ങി നടക്കുമ്പോൾ എല്ലാവർക്കും ഇത് നാട്ടിൽ ഇതുകൊണ്ട് പുരുഷന്മാരെല്ലാം നല്ലതാകുമെന്നോ സ്ത്രീകൾ നല്ലതാകുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. രാഹുൽ ഈശ്വർ സംഘം സംഘമൊക്കെ അവരൊരു ഓൺലൈൻ നമ്മുടെ ലൂസ് ടോക്കിൽ നമ്മളിവിടുത്തെ പരിപാടികളൊക്കെ തന്നെ നമ്മളെപ്പോഴും രാഹുൽ ഈശ്വറിൻ്റെ ആര് നിൽക്കുന്നത് നമ്മൾ ഒരു കോമാളിത്തത്തോടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ സത്യത്തിൽ പറഞ്ഞ ഈ കേസ് കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പറയാൻ ആരും ഇല്ലല്ലോ. പക്ഷേ സ്ത്രീകൾ ഒരുപാട് അനുഭവിച്ചു. സത്യമാണ്, ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഇന്നും അത് തുടരുന്നുണ്ട്. അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ ദുരുപയോഗം ചെയ്യുക എന്നുള്ള പല ആളുടെ ഒരു ശീലമാണ്. എനിക്ക് തോന്നുന്നു ഈ മെൻസ് റൈറ്റ്സ് അസോസിയേഷനൊക്കെ ഇവർ ഫോം ചെയ്തിട്ട് ഇവർ സെക്രട്ടേറിയറ്റ് വളയിലോ എന്തൊക്കെയോ ഒരു റാലി സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അവർ വളരെ ആക്റ്റീവായിട്ട് പോവുകയാണ്. കൂടിയാണ് സത്യത്തില് നമുക്കത് വന്നു ഇതൊരു ആവശ്യകതയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളവിടെ നിന്ന് പരാതി പറയാൻ പറ്റും. നാളെ സ്ത്രീ എൻ്റെ പേര് പരാതി കൊടുത്താൽ അവർ പറഞ്ഞാൽ മതി. അവർ ഇവനെ പീഡിപ്പിച്ചത് തന്നെയാണ്. ആരോ പറഞ്ഞ പോലെ ഈ കൊലക്കേസ് പ്രതിക്ക് പിന്നെ മാനമുണ്ട്, പീഡനക്കേസ് പ്രതി അവന് മാനം പോലും പോകുന്നു. അതാണ് അതിൻ്റെ ഒരു ഭാഗം. ഒരു പാവം മനുഷ്യൻ അയാളെന്തോ ജോലി ജീവിക്കുന്നതിന് മനുഷ്യനാണ്. അയാൾ ആ വെപ്രളത്തിലേക്ക് ജോലി തിരക്കൊക്കെ കൊണ്ടായിരിക്കും അയാൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഇപ്പോഴും പറയാനുള്ളത്, ഇങ്ങനെ എന്ത് ആരോപണവും വരട്ടെ, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ആരെയും ഭയക്കരുത്, നമ്മൾ തകർന്നു പോവുകയും ചെയ്യരുത്. അങ്ങനെ ഒരു മാനസികാരോഗ്യം നമ്മളെല്ലാവരും സമൂഹത്തിന് പകർന്നു കൊടുക്കണം. അത് അത്ര എളുപ്പമല്ല നമ്മുടെ സമൂഹത്തിൽ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നമ്മൾ വലിയ പ്രമുഖർ നേടുന്ന ചില സിനിമാക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാ പോലും അവർക്കെതിരെ ചെറിയൊരു വിമർശനം അല്ലെങ്കിൽ എന്തെങ്കിലും അവരൊരു ആരോപണം വന്നാൽ പോലും അവർ സഹിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കും അവരൊക്കെ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ളവരാണ്, അവരതൊന്നും കുലുങ്ങുന്നവരല്ല. പക്ഷേ അതിൻ്റെ തിരിച്ചാണ്. നമുക്ക് തന്നെ ചില കുറച്ച് വാർത്ത കൊടുക്കുമ്പോൾ അവരെത്ര ശോഭിക്കും എന്നുള്ള കാര്യം അവർ ആ ടെൻഷനാവും പല ആളുകളും. ഒരിക്കൽ ഞാൻ ജോലി ചെയ്യുന്ന ചാനലിൽ വന്ന അതിഥിയായിട്ട് വന്ന ചുനക്കര രാമൻകുട്ടി സാറ് പാട്ടൊക്കെ എഴുതുന്നത്, അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഒരു ഗായകനെ കുറിച്ചുള്ളൊരു പരാമർശം നടത്തിയിരുന്നു. അദ്ദേഹം കാഷ്വൽ നടത്തിയ പരാമർശം. അവസാനം ആ ഗായകൻ വിളിച്ച് ബഹളം വയ്ക്കാനായിട്ട് ബാക്കിയില്ലായിരുന്നു. അവസാനം അന്വേഷിച്ചപ്പം ചുനക്കര സാറ് പറഞ്ഞ തന്നെയായിരുന്നു ശരി. ഈ ഗായകൻ്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായ ഒരു സംഭവമാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. പക്ഷേ സംഭവം ശരിയായിരുന്നു. പക്ഷേ ഇയാൾ വയലൻ്റ് ആയിരുന്നു. കാരണം അയാൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷവും സംഭവിക്കാൻ സാധ്യത എന്നുള്ള അത്ര മോശമോ സ്ത്രീ വിഷയം ഒന്നും ആയിരുന്നില്ല. അയാൾ ചെയ്ത വേറെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ എന്നിട്ട് പോലും ഇവരൊക്കെ പിടിവിട്ട് പെരുമാറുന്നവരാണ് പലപ്പോഴും. അത് സത്യമാണ്. ഈ കുട്ടി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം, ഈ സ്ത്രീ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. ഇയാളിങ്ങനെ ചെയ്തു, ഞാനിങ്ങനെ സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കിട്ടിയ സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യത്തക്ക വണ്ണം
പുറത്ത് എന്തും ചെയ്യാം എന്നുള്ള, നമുക്ക് എന്തും ചെയ്യാം, നമ്മൾ ചെയ്യുന്നതിനൊക്കെ അല്ല, സപ്പോർട്ട് ഈ ചെയ്യാൻ പെൺകുട്ടിയെ ആളുണ്ട്. രക്ഷപ്പെടാൻ പോലീസ് അനുവദിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഇമ്മീഡിയറ്റ് ആയിരുന്നു പിടികൂടണേ സംഭവം നടക്കുമ്പോഴേ. തീർച്ചയായിട്ടും. കാരണം ഇന്നലെ ഇത് അങ്ങോട്ട് നടന്ന് ഉച്ചയ്ക്ക് ശേഷം പിന്നെ കാണാനില്ല, അത് ദുബായിലേക്ക് പോയോ എന്നൊക്കെയാണ്. ചിലപ്പോൾ കാണും ഈ സ്ത്രീ നേരത്തെ ഗൾഫിൽ ജോലിയിട്ടുള്ള ആളാണെന്ന് പറയുന്നുണ്ട്, രക്ഷപ്പെട്ട് കാണും. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമ്മളെ ഇന്റർപോളൊക്കെ നമ്മളെ പോലീസ് വിചാരിച്ച് തിരിച്ചു കൊണ്ടുവരാം, അങ്ങനെ ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് വേണ്ട. പക്ഷേ ഇമാതിരി ഈ സാമൂഹിക വിപത്തുകൾ നമ്മുടെ സമൂഹം അങ്ങനെ അവരവജ്ഞയോടെ തന്നെ കാണുകയും ഇങ്ങനെ ചെയ്യുന്നവരെ നിർബന്ധമായ നിയമനിർമ്മാണം കൊണ്ടുവരണം. നിയമനിർമ്മാണം കൊണ്ട് ഇതിനൊക്കെ ജയിലിടാനുള്ള സംവിധാനം വേണം. കുറേ ജയിലും കൂടെ അഡീഷണലായിട്ട് ഉണ്ടാക്കേണ്ടി വരും, കാരണം നമ്മുടെ നാട്ടിൽ ആളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൻ്റെ എണ്ണം കണ്ടാൽ തോന്നും. പക്ഷേ എന്നാലും വേണ്ടില്ല, അങ്ങനെ ചെയ്യണം. പല വിദേശ രാജ്യങ്ങളും ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗങ്ങൾക്കെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചും ഇതുപോലുള്ള രീതിയിൽ ബ്ലോഗർമാർ ചെയ്യുമ്പോൾ അവരുടെ ചാനൽ തന്നെ അങ്ങ് ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാതെ അതിന് റീച്ച് കൊടുക്കാതിരിക്കാനുമുള്ള സംവിധാനം. ഏതായാലും അന്വേഷണം ഇപ്പോൾ നടക്കുക തന്നെയാണ്. ഒരു പാവം മനുഷ്യൻ്റെ ജീവിതമാണ് ഒരാളിൻ്റെ റീച്ച് കൂട്ടുന്നതിലൂടെ ഇല്ലാതായിരിക്കുന്നത്. അന്വേഷണം നടത്തി റിപ്പോർട്ട് വരട്ടെ, എത്രയും വേഗം ഈ കുറ്റം ചെയ്ത ഈ യുവതിയെ പോലീസ് പിടികൂടട്ടെ എന്നുള്ളതാണ്. എന്നാലും മാത്രമേ മാതൃകാപരത്തിന് ശിക്ഷിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു അറുതി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ.